ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ ഈ പ്രഭാതത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ഈ പ്രഭാതത്തിൽ ഇങ്ങനെ കൈയൊന്നുകൂടെ ടാപ്പ് ചെയ്തിട്ട് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. നമ്മളിന്ന് ധ്യാനിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നായ ആനന്ദത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ആനന്ദപൂർണമായ ഒരു ജീവിതം. പക്ഷെ നമുക്ക് പലർക്കും ലഭിക്കാതെ പോകുന്ന ഒന്നുമാണ് ഈ പറയുന്ന വിഷയം. ഇവിടെ ചെറിയൊരു തെറ്റിദ്ധാരണ കിടപ്പുണ്ട്. അതൊന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് നിലനിൽക്കുന്ന ആനന്ദത്തിൽ ജീവിക്കാൻ പറ്റും. പലപ്പോഴും നമ്മുടെ ആനന്ദം നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാഹചര്യങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആനന്ദം നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം ഇല്ലാതായി തീരുകയാണ്. പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആനന്ദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിറയുമ്പോൾ അതിൽ നിന്നും ഉരുത്തിരിയുന്ന അതിൻ്റെ ഫലമായ ആനന്ദം എന്ന് പറയുന്നത് ഈശോയുടെ സ്നേഹം അനുഭവിക്കുകയും ഈശോയുടെ ജീവിതത്തോട് നമ്മൾ ഐക്യപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഈശോയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷ ചെയ്യുകയും ലഭിക്കുമ്പോൾ ആനന്ദമാണ്. അത് ലോകം തരുന്ന ആനന്ദമല്ല. ലോകം തരുന്ന ആനന്ദമല്ല ഈശോ തരുന്ന ആനന്ദം. ഈശോ തരുന്ന ആനന്ദം എന്നും നിലനിൽക്കുന്നതാണ്. അത് ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. ലോകത്തിന് എടുത്തു കളയാനും പറ്റില്ല, ലോകത്തിന് തരാനും പറ്റില്ല. അതുകൊണ്ടാണ് മനോഹരമായ ഒരു കൊട്ടേഷനാണ്, the key to a happy life is not to pursue happiness but to pursue God. ആനന്ദപൂർണമായ ഒരു ജീവിതത്തിന്, അല്ലെങ്കിൽ ആനന്ദത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ആനന്ദത്തെ പിന്തുടരുന്നതല്ല, അന്വേഷിക്കുന്നതല്ല, മറിച്ച് ദൈവത്തെ പിന്തുടരുകയും ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യുന്നതാണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്ന ആനന്ദത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിലായിരിക്കുക എന്നുള്ള, യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ സാന്നിധ്യവും നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ നിലനിൽക്കുന്ന ആനന്ദം അനുഭവിക്കുന്നവരായിട്ട് നമ്മൾ മാറും. ഈ ആനന്ദമാണ് ഒരു ക്രിസ്ത്യാനി അനുഭവിക്കേണ്ടത്. കാരണം പരിശുദ്ധാത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആനന്ദം സാഹചര്യങ്ങൾക്കും മീതെയാണ്. നമ്മൾ പറയലേ അതുക്കും മേലെ എന്ന്. അതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങൾക്കും മീതെ നീ കടന്നു പോകുന്ന വേദനകളോ സങ്കടങ്ങളോ ദുഃഖങ്ങളോ രോഗപീഠകളോ എന്തൊക്കെയാണോ നിന്റെ ജീവിതത്തിന്റെ ആനന്ദം തല്ലിക്കെടുത്തുന്നത്, അതുക്കും മേലെ സഞ്ചരിക്കാൻ പറ്റുന്ന, അനുഭവിക്കാൻ പറ്റുന്ന, ഈശോയോടുള്ള ബന്ധത്തിൽ സ്വന്തമാക്കാൻ പറ്റുന്ന ആനന്ദമാണ് പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. ഈ ആനന്ദം നിന്നിൽ ഉണ്ടാകട്ടെ, ഈ ദിവസക്കാലം നിന്നിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യുന്ന, മനഃപ്പാഠമാക്കാൻ പരിശ്രമിക്കുന്ന വചനഭാഗം സങ്കീർത്തനം 16:8 സങ്കീർത്തനം 16:8, 9 തിരുവചനങ്ങൾ. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ സങ്കീർത്തനം ഈ ഭാഗം എടുത്ത് വയ്ക്കുക, എന്നിട്ട് മാർക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ പ്രത്യേക നിയോഗം അവിടെ എഴുതി വയ്ക്കുക. ഈ ഒരു ദിവസക്കാലം മുഴുവനും നമ്മൾ ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ബൈഹാർട്ട് ചെയ്യുക, മനഃപ്പാഠമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. വചനം എങ്ങനെയാണ്? സങ്കീർത്തനം 16:8, 9. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. ഇത് ഏറ്റുപറഞ്ഞ് നമ്മൾ ഈ ദിവസം പഠിക്കണം. ഇനി നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സുഹൃത പ്രവൃത്തി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ ആനന്ദം പങ്കുവയ്ക്കുന്ന ഒരു പ്രവൃത്തി, നമുക്കറിയാവുന്ന ആരെങ്കിലും ഫോൺ വിളിക്കാം. ആരും ആവട്ടെ, ഫ്രണ്ട്സോ കുടുംബാംഗങ്ങളോ ആരെങ്കിലുമൊക്കെ ഒരു ഫോൺ വിളിച്ചിട്ട് അവരോട് വളരെ ആനന്ദത്തോടെ സന്തോഷത്തോടെ സംസാരിക്കുക. ജോയ്ഫുൾ ആയിട്ട്, വളരെ ഹാപ്പി ആയിട്ട് സംസാരിക്കുക. അപ്പൊ ചിലപ്പോൾ അവർ ചോദിക്കുന്നത് എന്താ ഇത്ര സന്തോഷമെന്ന്. അപ്പൊ പറയും ഈശോ അനുഭവിച്ചതിന്റെ ആനന്ദമാണെന്ന്. അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ അവരോട് പറയണം, ഈശോയുടെ സ്നേഹം തരുന്ന ആനന്ദം അതൊന്ന് നിലനിൽക്കുന്നതാണ്. സോ ആനന്ദത്തിന്റെ എന്തെങ്കിലും
ഒരു സംഭാഷണം നടത്തുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഈ വചനം അവരോട് പറയുക. ഇതൊരു ശുശ്രൂഷയായിട്ട് എടുക്കുക. അതോടൊപ്പം ഈ ശുശ്രൂഷ അനേകരിലേക്ക് നിങ്ങൾ എത്തിക്കുക. അനേകര് ഈശോ തരുന്ന ആനന്ദത്തിൽ ജീവിക്കാൻ ഈ ദിവസം മാത്രമല്ല എപ്പോഴും സാധ്യമാകട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവം പരിശുദ്ധാത്മാവ് തരുന്ന ആനന്ദത്തിൽ നിങ്ങളെ കൈപിടിച്ച് നടത്തട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. See you tomorrow. God bless you. Amen.